ഈ ദൈവമക്കൾ ദൈവവചനം നന്നായിട്ട് പഠിക്കണം. അതിനായി ബൈബിൾ ക്ലാസ്സുകൾ നടത്തുന്നത്. വചനം ഹൃദയസ്ഥമാക്കണം. ദൈവവചനം ഹൃദയത്തിൽ പതിഞ്ഞെങ്കിലേ നമുക്ക് ആത്മീക ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാനൊക്കും. ഞാൻ എപ്പോഴും പറയും, ചാട്ടവും ബഹളവും എല്ലാം ആരോഗ്യമുള്ളത് കൊണ്ടാണ്. ആരോഗ്യമൊക്കെ ഒന്ന് ആർക്കും പോകാതിരിക്കട്ടെ. ക്ഷീണമൊക്കെ വരുമ്പോൾ പിന്നെ കിടന്ന് പതറും. പിന്നെ ആവശ്യമില്ലാത്തെല്ലാം വിളിച്ച് പറയും, ഞാൻ ഇത്ര നാളും പെന്തിക്കോസ് ഇരുന്നിട്ടും എനിക്കൊരു ഗുണമില്ല, ഞാൻ ഒറ്റ യോഗം മുടക്കിയില്ല, ഞാൻ വണ്ടി പിടിച്ച് പോയി ചുമ്മാ അവിടെ കിടന്ന് ചാടുകയും തുള്ളുകയായിരുന്നു, ഇപ്പം വയ്യ. എന്നാൽ വചനമകത്തുണ്ടെങ്കിൽ സ്തോത്രം. അഥവാ ഒരു പ്രതിസന്ധി വരുമ്പോഴും ആ വചനം നമ്മെ ധൈര്യപ്പെടുത്തും. ഞങ്ങൾ ഈ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ പിന്നെ ഉപദേശിമാരൊന്നും ബൈബിൾ സ്കൂളിൽ പഠിക്കുമൊന്നും വേണ്ട, തന്നെ അങ്ങ് ഉപദേശിയാകുക. കുറെ നാള് കൊട്ടിയും പാടിയും നടന്ന് മീശയും മേടിച്ച് ഒരു വെള്ള ഷർട്ടും കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഉപദേശിയാകും. ഇതിനകത്ത് കുറെ നാൾ ഇരുന്നാൽ മതി. അതിൻ്റെ അപാകതകൾ ഒത്തിരി ഉണ്ട്. ഈ ഒന്നെങ്കിൽ ബൈബിൾ സ്കൂളിൽ പോയൊരു 3-4 വർഷമെങ്കിലും പഠിക്കണം. അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ ഒരു ദൈവനാസന്റെ ശിക്ഷണത്തിൽ ഒരു 5 കൊല്ലമെങ്കിലും, കുറഞ്ഞതൊരു 5 കൊല്ലം ഇത് കണ്ട് പഠിക്കേണ്ടതുണ്ട്, കേട്ട് പഠിക്കേണ്ടതുണ്ട്, നോക്കി പഠിക്കേണ്ടതുണ്ട്, കൂർമ്മബുദ്ധിയോടെ ചെയ്യേണ്ടതുണ്ട്. എല്ലാം ഒന്നും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുകയല്ല. അത് അന്നേരം തന്മയത്തമായിട്ട് ചെയ്യണം. നമ്മുടെ ചില പിള്ളേരെ നമ്മൾ ശ്രദ്ധിച്ച് തന്മയത്തമായിട്ട് ചില പിള്ളേർ ചെയ്യും. ചിലത് ഈ ജൗളിക്കടയിലെ ബൊമ്മ ഇരിക്കും പോലെ. അതിൽ ചില കുഞ്ഞുങ്ങളും ചില പ്രിയപ്പെട്ടവരും ഒക്കെ തന്മയത്തമായിട്ട് അവർ ചെയ്യും. അപ്പൊ അതങ്ങനെ ശുശ്രൂഷയിലും അങ്ങനെ നമ്മളെല്ലാവരും ആകണം. ദൈവത്തിന് മഹത്വം. ഇപ്പൊ ഉദാഹരണമാ ഉടക്കൊണ്ടാക്കാനല്ല. ടൈൽ സെറ്റ് വീട്ടില് യോഗം നടക്കുക, എല്ലാവരും കസേരയിരിക്കുക. അപ്പോൾ പ്രായമുള്ള ഒരമ്മയോ അപ്പനോ വന്നു. അപ്പോൾ തന്മയത്തമായിട്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് ഒരു പഴയ തുണിയോ ഒരു എന്തുവാ അതിന് പറയുന്നത് മാറ്റോ എന്തെങ്കിലും കൊണ്ട് അവരുടെ കാലിന്റെ കീഴിലോട്ട് വെച്ച് കൊടുക്കണം. അത് പറഞ്ഞു ചെയ്യിക്കുന്നതല്ല, കണ്ടു ചെയ്യേണ്ട കാര്യം. ചിലപ്പം മാന്യന്മാര് പറയത്തില്ല, അവർ ചിലപ്പം സഹിച്ചംഗീകരിക്കും. പക്ഷെ അത് തന്മയത്തമായിട്ട്, ഞാൻ ഉദാഹരണമായി പറഞ്ഞേ, തന്മയത്തമായിട്ട് ചെയ്യണം. ഇപ്പൊ ഉപദേശിമാര് പ്രായമുള്ളവര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് തൊണ്ട കുറത്തി, അന്നേരം ചൂടുവെള്ളം തന്മയത്തമായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പണ്ട് പ്രസംഗ വിഷയത്തിൽ എഴുതി വെച്ചു, ഇവിടെ കരയണം. നോക്കി വന്നപ്പം എഴുതി വെക്കുന്ന ഇവിടെ കരയണം, നിന്ന് കരയുക. അത് കഴിഞ്ഞിട്ട് എന്നാന്ന് എഴുതിയിട്ടുമില്ല. അന്ന കരച്ചിൽ നിർത്തിയിട്ട് അടുത്ത വാക്യം വായിക്കണമെന്ന് എഴുതണ്ടേ? നിന്ന് കരയുക. ഇത് കണ്ടുകൊണ്ട് വിശ്വാസികളും കരഞ്ഞു, കൂട്ടക്കരച്ചില്. അത് മാനസാന്തരത്തിന്റെ കരച്ചിലല്ല. അപ്പോൾ നല്ലതുപോലെ ദൈവവചനം പഠിക്കണം. സ്തോത്രം. അപ്പൊ ഈ ബൈബിൾ സ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പം പറയും, മുന്നമേ പ്രസംഗിച്ച ആളിനോട് കിടപിടിച്ച് വേണം പോകാൻ. പ്രസംഗ ശാസ്ത്രത്തിന്റെ ചില വശങ്ങൾ, അതൊന്നും നമ്മുടെ ശുശ്രൂഷയിൽ ഒക്കത്തില്ല. അതെല്ലാം വെച്ച് നോക്കിയാൽ ഒരു പരിപാടി നടക്കുകയാണ്. ഞാൻ ഇന്ന് അദ്ദേഹം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഞാൻ 31-ാം വാക്യം, ചില ചിന്തകള് വേഗത്തിലൊന്ന് ചിന്തിച്ച് നമുക്കങ്ങ് നിർത്താം. ഒന്നുകൂടെ വായിച്ചോ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. ഒരു ചോദ്യചിഹ്നത്തോടു കൂടി ആ പൗലോസ് അവിടെ ഇരിക്കുന്നത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാ എന്ന് പറഞ്ഞാൽ പ്രതികൂലം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന ദൈവമക്കൾക്ക് പ്രതികൂലമുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പോടെ നിന്നോണം, നമുക്ക് ദൈവം അനുകൂലമാണ്. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമല്ലോ. ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും അവൻ നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാലം
കാലം മുഴുവനും അവൻ നമ്മെ നൽവഴിയിൽ നടത്തും. പാടുവിൻ സകജരെ, കൂടുവിൻ കുതുകരായി, തേടുവിൻ പുതിയ സംഗീതങ്ങളെ. പാടുവിൻ സകജരെ, തേടുവിൻ പുതിയ സംഗീതം. ഇവിടെ റോമാലേഖനത്തിൽ പറയുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? നിങ്ങൾക്കറിയാം, റോമാലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസത്താനുള്ള നീതീകരണം. അതാണ് റോമാലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടും. അപ്പോൾ റോമാലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. എന്തായാലും സാധനം കൊണ്ട് കൊടുത്താലൊന്നും നീതീകരിക്കപ്പെടുകയല്ല. അരച്ച ആ കരി എന്നെ നീതീകരിച്ച് 5 വെച്ച് കുടിക്കാം, നീതീകരണം നടക്കുകയല്ല. 5 പൂവൻ കോഴി നീതീകരിക്കപ്പെടുകയല്ല. കോഴി നല്ലതാ, സ്തോത്രം. 10 കിലോ കൊമരകം കരിമീൻ നല്ലതാ, നീതീകരിക്കപ്പെടുകയല്ല. ഒരു നല്ല ആള് രൂപം നീതീകരിക്കപ്പെടുകയല്ല. 2 കോടിമരം നീതീകരിക്കപ്പെടുകയല്ല. പണ്ടുണ്ടായിരുന്ന പാറപ്പള്ളി ആള് രൂപം, കാല്, കയ്യ്, അത് അറിയായ്മയുടെ കാലത്താണ്. അത് കുറ്റമായിട്ടല്ല പറയുന്നത്, അറിയത്തില്ല. അജ്ഞതയുടെ കാലമാണ്. എന്നാൽ ആ കാലത്തിൽ നിന്ന് യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക. അതുകൊണ്ട് പഴയ ആദിപാഠങ്ങളിലെ ഒട്ടൊന്നും ഇനി പോകരുത്. അപ്പോൾ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടൊന്നും നീതീകരിക്കപ്പെടുകയല്ല, വിശ്വാസത്താലാ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ റോമാലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസം കൂടാതെ ഒന്നും നടക്കുകയല്ല. ഓരോ അധ്യായത്തിൽ ഓരോ വിഷയങ്ങളായിട്ട് പൗലോസ്, ഒരു വിഷയമല്ല നമ്മളോട് ബന്ധപ്പെട്ട് ഞാൻ ഈ 1-ാം അധ്യായത്തിലെ ഒരു ചിന്ത, ഈ റോമാക്കാരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. 1-8 വായിച്ചു. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ അങ്ങനുണ്ട്. പൗലോസ് സ്തോത്രം ചെയ്യാനുള്ള കാരണത്തിൽ ഒരു കാരണം, റോമാക്കാരുടെ വിശ്വാസം സർവ്വലോകത്തിലും എന്തുവാ പ്രസിദ്ധമായത്? വിശ്വാസം. അതേ പ്രസിദ്ധമാകാവൂ. ഇത് ഇന്ന് പ്രസിദ്ധമാകുന്നത് ആ സഭയിലെ അടി, അതെല്ലാം പ്രസിദ്ധമായി. പാസ്റ്റർ കസേരയ്ക്ക് അടിച്ചു, പാസ്റ്റർ കമ്പി വടിക്ക് അടിച്ചു, സെക്രട്ടറി കേസ് കൊടുക്കാൻ പോയി, ട്രഷറർ പ്രതിഷേധ യോഗം നടത്തി, വിശ്വാസി ഉപദേശിയെ തല്ലി, ഉപദേശി വിശ്വാസിയുടെ നാവി നോക്കി താങ്ങി. മിണ്ടുന്നില്ലല്ലോ ആരും. അച്ഛനും കപ്പിയാരും എല്ലാം കൂടെ റോഡ് ഉപരോധിക്കുന്നു. പാസ്റ്ററും അമ്മാമയും പാസ്റ്ററുടെ വേണ്ടപ്പെട്ടവരും സെക്രട്ടേറിയറ്റിൽ പടിവാതിക്കൽ. ഇതൊന്നുമല്ല പ്രസിദ്ധമാകേണ്ടത്, വിശ്വാസം പ്രസിദ്ധമാകണം. എന്തുവാ വിശ്വാസം? അയ്യോ അമ്മാമയ്ക്ക്, എന്റെ ഭാഷയെ പറയാ, ആ അമ്മാമയ്ക്ക് ക്യാൻസർ ആയിരുന്നു, പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമായി. പ്രസിദ്ധമാകണം, അത് പ്രസിദ്ധമാകണം. ആ കുഞ്ഞിനെ ഓട്ടിസം ബാധിച്ചതാ, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, യേശു വിടുവിച്ചു. അത് പ്രസിദ്ധമാകണം. ആ കുടുംബം നശിച്ച് തകർന്നു പോയതാ, അവർ ഈ മാർഗത്തിൽ വന്നു, അവരുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. ഇതൊക്കെയാ പ്രസിദ്ധമാകേണ്ടത്. അല്ലാതെ ആ സഭയിൽ ഒരു അമ്മാമയുണ്ട്, ഇതുപോലൊരു നുണച്ചിപ്പാറു, ഇതാണ് പ്രസിദ്ധമാകുന്നത്. ആ തള്ള എവിടെ ഉള്ളതാ? മുഴുവനെതിരെ മൊട്ടത്തലയും കുടുംബയും കൂടെ കൂട്ടിക്കെട്ടി
മുട്ടത്തലയും കുടുംബം കൂടെ എന്ത് ബുദ്ധിമുട്ടാണെന്ന് കൂട്ടി, രണ്ട് കുടുംബിയാണെങ്കിൽ മുട്ടത്തലയും കുടുംബിയും കൂടെ. ഞങ്ങളുടെ അമ്മ പറയുന്ന ഡയലോഗാ. നിങ്ങളിപ്പോ പറയാം എന്നാ പറഞ്ഞാലും ഒരമ്മയുണ്ട്, വീട്ടിൽ നിന്നല്ലേ എല്ലാം പഠിക്കുന്നേ. വീട്ടിലെ പഠിത്തം കഴിഞ്ഞ് ചെല്ലിയോ സ്കൂളിലോട്ട് പോകുന്നേ. സ്കൂളിലെ പഠിത്തം മണിക്കൂറുകളേ ഉള്ളൂ, വീട്ടിലാ കൂടുതൽ പഠിക്കുന്നത്. സ്തോത്രം. വിശ്വാസം പ്രസിദ്ധമാകണം. ഈ തെസലോനിക്കരുടെ വിശ്വാസം പ്രസിദ്ധമായിരുന്ന എല്ലായിടത്തും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമാണ്. നിങ്ങളുടെ വിശ്വാസം ലോകപ്രസിദ്ധമാണ്, എല്ലായിടത്തും പ്രസിദ്ധമാണ്. സ്തോത്രം. ഒരാള് ദൈവകൃപയെ വന്നാൽ എല്ലാവരും അറിയണം. ഇത് രക്ഷിക്കപ്പെട്ടിട്ട് ആരും അറിഞ്ഞിട്ടില്ല. അയലത്തുകാർ പോലും അവരുടെ ഇവിടെ ഒരു പെന്തിക്കോസുകാർ, പെന്തിക്കോസോ, അയ്യോ അവര് പെന്തിക്കോസിലാണോ? അവര് ഞങ്ങളുടെ സഭയിലാണ് വരുന്നത്. അയ്യോ എത്ര നാളായിട്ട്? 2 കൊല്ലം കഴിഞ്ഞു. ആണോ? ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. രാവിലെ പോകുന്ന കാണാൻ കണ്ടോട്ട് ഒരു കൂടിന്റെ കുടുംബിക്കും പിടിച്ച് എവിടെ പോകുക, 2:30-3 ആകുമ്പം വരുന്നതും കാണാം. ഞങ്ങൾ ഓർത്തിനി വേറെ വല്ലയിടത്തും. അല്ല, അവരുടെ ഈ ബൈബിള് നിങ്ങൾ ഇല്ല, ബൈബിളൊന്നും കണ്ടിട്ടില്ല. ബൈബിള് അവര് ഹോളിൽ തന്നെ വെച്ചിരിക്കുക. എന്നെ വിശ്വാസമാണ്. അവര് പെന്തിക്കോസിലാണോ? ഞങ്ങളുടെ സഭയില. അടി ഇവിടെ മലയിലുണ്ട്. അവിടെ വരുമ്പോ ഒരു ഹോളിന്റെ വാതൊക്കെ വരുമ്പോ ഒരു പിന്നെ തിരിച്ച് വണ്ടിയിലോട്ട് കയറുമ്പോ മിണ്ടുന്നില്ലല്ലോ. ആ പെങ്കൊച്ചു നിങ്ങളുടെ കൂടെ ആണ്. പിന്നെ അവള് കോളേജ് ചെല്ലുമ്പോ പൊട്ടൊക്കെ തുടങ്ങും. അത് സഭയിൽ വരുമ്പോ തൊടുകയില്ല. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോ പൊട്ടെടുത്ത്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയെ വരുന്നവരുടെ കാര്യമായി പറയാൻ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇന്നത്തോടെ നിർത്തി. ഇനി പണ്ടൊരു വല്യമ്മ പറഞ്ഞ പോലെ മൊഴി 1 തൊഴി 10. സ്തോത്രം. നമ്മുടെ വിശ്വാസം ലോകപ്രസിദ്ധമാകണം. നമ്മുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാകണം. നമ്മൾ വിശ്വാസിയാന്ന് പറയരുത്, കാണുന്നവർ പറയണം വിശ്വാസിയാന്ന്. ഞാൻ വിശ്വാസിയാന്ന് പറഞ്ഞ് കാഞ്ഞിരത്ത് മുട്ടുകൊണ്ട് നടന്ന ആൾക്കാർ പറയും പെട്ടെന്ന് നമുക്ക് മന്ദിരത്തിൽ ആദ്യം കൊണ്ടുപോകാം, ഓക്കുകയല്ലേ പിന്നെ തിരുവനന്തപുരം സൈഡിലോട്ട്. ആദ്യം അടുത്ത മന്ദിരത്തിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളല്ല പറയേണ്ടത്, നമ്മളെ കാണുന്നവര് പറയണം ഇതൊരു വിശ്വാസിയാ, ഇതൊരു ദൈവ പൈതലാ. എന്റെ ഭാഷ ഇതൊരു പെന്തിക്കോസുകാരനാ. അതെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഇവരുടെ വിശ്വാസം ലോകപ്രസിദ്ധമാണ്. അപ്പൊ റോമാക്കാരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാകണം. ചുമ്മാ കൊട്ടിയും പാടിയും നടന്നിട്ട് വെറുതെ വണ്ടിക്കൂലി അങ്ങോട്ട് 5 രൂപ ഇങ്ങോട്ട് 5 രൂപ, 5-5 11 രൂപ. എന്തിന് 11 രൂപ കൊടുക്കുന്ന? 11 രൂപയ്ക്ക് ഒരു ജ്യൂസ് മേടിച്ചങ്ങ്, നാരങ്ങാ വെള്ളത്തിന് ഇപ്പൊ 10 ഉള്ളു, 10 20 ആകുന്നു അല്ലേ? എന്നാ ഒരു ചായ കിട്ടുമായിരിക്കും 11 രൂപയ്ക്ക്. മതി, 1 രൂപ പോക്കറ്റ് കിട്ടു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും TT അടിച്ച് നടക്കരുത്. TT എന്ന് പറഞ്ഞാൽ ടൗൺ ടു. വെറുതെ TT അടിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം ലോകപ്രസിദ്ധമാകണം. സ്തോത്രം, സ്തോത്രം. അതെ, 1-ാം അധ്യായത്തിൽ അങ്ങനെ വിശ്വാസം ലോകപ്രസിദ്ധമാണ്. 2-ാം അധ്യായത്തിൽ പൗലോസ് പറയാ, ഇങ്ങനെ വിശ്വാസം ലോകപ്രസിദ്ധമായി നിങ്ങള് ചുമ്മാ കയറി ആരെയും വിധിക്കരുത്. ചുമ്മാ ഇരുന്ന് മറ്റുള്ളവരെ വിധിക്കുക. ഓർത്തോണം, നീ ഒരു ദിവസം വിധിക്കപ്പെടും. ഞാൻ എപ്പോഴും പറയുന്ന, മനുഷ്യന്റെ ഒരു പ്രകൃതി സ്വന്തം കാര്യം നോക്കുകയല്ല, പരകാര്യത്തിലങ്ങ് പരകാര്യത്തിൽ ഇടപെടുക. എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയും കയറി അഭിപ്രായം പറയുകയും വിധിക്കുകയും അത് പാടില്ല.
നമുക്ക് എന്തെല്ലാം കാര്യമുണ്ട് ഇല്ലേ? ചില സ്ത്രീകളെ നോക്കി എപ്പോൾ നോക്കിയാൽ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുക. ഇപ്പം പിന്നെ അത് കാണുന്നില്ല. ഇപ്പം പിന്നെ അങ്ങനെ ഇല്ല. ഒരു ഇടക്കാലത്തൊക്കെ മോളി എന്ന് വിളിക്കുമ്പോ ഓ അവിടുന്നാ, ഇവിടെ ഇരുന്ന് വിളിയാക്കണ്ട മോളി എവിടെ ഇരുന്നാ. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം എൻ്റെ അമ്മ പറയും. ഞങ്ങളുടെ കൊച്ചമ്മയും അയലത്തുള്ള ചെല്ലൊക്കെ വെറുതെ ഇരുന്ന് വർത്താനം പറയുവേ. എന്നിട്ട് ഞാൻ കുഞ്ഞുനാളെ അമ്മയോട് പറയാം, ഇങ്ങനെ പറ അമ്മ, അയ്യോടി എടാ ഞാൻ നോക്കുമ്പോഴല്ല എനിക്ക് ജോലിയുണ്ട് വീട്ടിൽ. ഞാൻ നോക്കുമ്പോഴല്ല അമ്മ പറയുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ അമ്മ പറയുന്നത്. ഞാൻ നോക്കുമ്പോഴല്ല അമ്മയ്ക്ക് ജോലിയുണ്ട്. ചുമ്മാ ഈ പെണ്ണുങ്ങൾ മെനക്കെട്ടിരിക്കുന്നത് ചുമ്മാ രാവിലെ സിറ്റൗട്ട് കയറി ചുമ്മാ ഇങ്ങനെ വെളിയിലോട്ട് നോക്കി വഴിയെ പോകുന്നവരുടെ എണ്ണം എടുക്കുക, ദാഹിക്കുമ്പോ കയറി കുടിക്കുക. പിന്നെ വന്ന് ഞാന് കാവാലത്തോട്ട് പോകുമ്പം, നേരത്തെ ബസ്സിന് പോകുമ്പം സ്ഥലമൊന്നും പറയത്തില്ല. ഞാനത് മിക്കപ്പെടുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എപ്പോൾ പോയാലും ഒരു വീട്ടിലെ ഒരു സഹോദരി എപ്പോഴും തിണ്ണേൽപ്പിക്കുന്ന കാണാം. ഞാൻ തന്നെ ചെയ്ത് ഇവർക്ക് ഒരു ജോലിയില്ലേ. ഒരിക്കലേ ഈ ബസ്സിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഇവരുടെ മതിലിനോട് ചേർത്ത് ബസ് നിർത്തി. എനിക്കൊന്ന് 2 മിനിറ്റ് ബസ് അവിടെ കിടക്കണ്ടേ. അപ്പൊ ഞാൻ ആ സൈഡ് സീറ്റ് ഇരുന്ന് അപ്പൊ എനിക്ക് കാണാം, ദൈവമേ അവിടെ മുഴുവൻ പോച്ചി കുരിപ്പ കുത്തി, കുരിപ്പന്നല്ലേ കുരിപ്പ കുത്തി, ആ സൈഡെല്ലാം കുരിപ്പ കുത്തി പോച്ച് ഓലമണ്ടൽ വീണതും അതുമെല്ലാം. അപ്പൊ ആ സൈഡ് നമുക്ക് ബസ്സിന്റെ അവിടെ ഇരുന്ന് കാണാം, വൃത്തികേടായിട്ട് കിടക്കുക. അന്ന് അവിടെ ബസ് നിർത്തിയത് കൊണ്ട് ഇവരൊന്നും ചുമ്മാ അവിടെ ദീനമൊന്നുമല്ല. ദീനമാണെ നമുക്കാക്ക ദീനമാണ്. ഒരു നല്ല കുടുംബിനെ ആ വീട്ടിൽ നോക്കുമ്പോഴെല്ലാം ജോലി കാണാം. മൊബൈലിലെടുത്ത് ഇങ്ങനെ തോണ്ടി വെച്ച് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ ചുക്കിലിയാന്നല്ലോ അത്. അവളെ ഇങ്ങടുത്ത് ജോലിയല്ലേ, എന്നെ ആരും മിണ്ടാത്ത അനങ്ങാതെ സ്തംഭിച്ചിരിക്കുകയാന്നോ അതോ? സ്തോത്രം. അടുക്കളയിലോട്ട് കയറി, അയ്യോ ഗ്യാസിന്റെ അവിടെ എല്ലാം പാല് തിളച്ചു തൂവിയതും കഞ്ഞി തൂവിയതും എല്ലാം ജോലിയല്ലേ. അതിന് ചുമട്ടുകാരനെ കൊണ്ടുവരണോ ഗ്യാസിന്റെ അതെടുത്ത് മാറ്റാൻ? നിങ്ങൾ കോട്ടയം ചെന്നൊരു ചുമട്ടുകാരനെ അതെന്തിനാ ഈ ഗ്യാസ് കുറ്റി നീക്കി വെച്ച് അടുപ്പെടുത്തിങ്ങോട്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നും ഇല്ല. എല്ലാത്തിനും ഉപാധിയാ. അതാണ് നല്ല രീതിയിൽ നല്ല സെൻസിൽ എടുക്കുക. ഉടനെ കയറി അതിന് കോല് വെക്കുക. സ്വന്തം വീടാണേലും വാടകയ്ക്ക് താമസിക്കുന്നതാണേലും നീറ്റായിരിക്കണം. വേണം. സ്വന്തം വീടാണേലും വാടക കൊടുക്കുന്നുണ്ട്, എന്നാലും നമ്മൾ താമസിക്കുന്നിടമല്ലേ. ഞാനാണ്ട് ഇപ്പം വന്ന് താമസിക്കുന്നിടത്ത് വലിയ ഈ ഗീർവനം പോലെ കിടന്ന്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. സ്തോത്രം. നമ്മൾ പാർക്കുന്നിടമാണ്. പക്ഷെ എന്റെ ചിട്ടയ്ക്കനുസരിച്ച് അങ്ങോട്ട് ഒക്കുന്നില്ല. നീറ്റായിരിക്കണം. അപ്പൊ നല്ലൊരു കുടുംബിനെ നോക്കുമ്പോഴെല്ലാം ജോലി കാണും. സ്തോത്രം ഇല്ലേ? നോക്കിയപ്പോൾ ബെഡ്ഷീറ്റ് ജോലി കിടക്കുന്നു, അതെല്ലാം വലിച്ചൊന്നിട്ട് രാത്രി കിടക്കാൻ ചെല്ലുമ്പോഴാ പുതക്കുന്ന ഷീറ്റ് തപ്പുന്ന ഷീറ്റല്ലേ. ഷീറ്റ് രാവിലെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ എഴുന്നേറ്റ് പോകുമ്പോ അവിടെ കാരണം പുസ്തകത്തിൽ അങ്ങനെ ചുരുട്ടി വെച്ചെന്ന യേശു ഉയർത്ത് പോയപ്പോഴേ വചനപ്രകാരമാ ശീലമെല്ലാം കൂടെ എന്ത് വചനപ്രകാരം ജീവിക്കുന്ന ആൾക്കാരാ. ഷീറ്റിന്റെ കാര്യത്തിൽ മാത്രം. സ്തോത്രം. കൊച്ചു പെൺപിള്ളേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. വേണ്ടേ? ചെയ്യിപ്പിക്കണം, അത്യാവശ്യമായിട്ട് ചെയ്യിപ്പിക്കണം, ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം.
കർത്താവ് വരാൻ താമസിച്ചത് അയ്യോ ആയുസ് ആദ്യം കൂടെ ഇതിനെയൊക്കെ കെട്ടിച്ചു വിടണ്ടേ, വേണ്ടേ? അത് മടത്തി വിടുക. പഠിക്കണം, ശീലിക്കണം. അമ്മ ഇപ്പൊ പോയി, രണ്ടുപേരും കൃത്യമായിട്ട് കാര്യം ചെയ്തോണം. നിങ്ങൾ ചെയ്യുമെന്നറിയാം, എങ്കിലും ഒന്നുകൂടെ ഒന്ന് ഊന്നി പറയുക. വെളുപ്പിനെ എഴുന്നേക്കണം, വല്യപ്പനുണ്ട് അപ്പനുണ്ട്, ചായ ഇട്ട് കൊടുക്കണം, വീട്ടിലുണ്ട് പാലുണ്ടെങ്കിൽ ഇല്ലേ കട്ടനിട്ട് കൊടുക്കണം, രണ്ടുമില്ലെങ്കിൽ ചൂടുവെള്ളം കാണുമല്ലോ അത് കൊടുക്കണം. അത്യാവശ്യമാണ്. വീട്ടിലെ ജോലി രണ്ടുപേരുടെ നന്നായിട്ട് ചെയ്യണം. അപ്പന് ശാരീരിക ക്ഷീണമുള്ളതാ, വല്യപ്പനുണ്ട് തലനരച്ച ആളാ, അല്ല രണ്ടുപേരും രണ്ട് മൊബൈലുമായിട്ട് രണ്ട് മുറിയിൽ പോയി വിളിച്ചാൽ കഥകും തുറക്കുകയല്ല, വിളിച്ച് ജെസി 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 എന്ന് വിളിച്ച അവസാനം നാക്കിലെ വെള്ളം പറ്റി അന്ന് അവസാനം ഇനി എപ്പോഴേലും ആട്ടെ ചെയ്യിപ്പിക്കണം. ഞാനെപ്പോഴും പറയാം, അമ്മ അടുക്കളയിൽ കയറുമ്പോ പെൺപിള്ളേരെ സെക്യുലർ പഠിത്തം അത്യാവശ്യമാണ്, അതിലും അത്യാവശ്യമാണ് അടുക്കള പഠിത്തം. അരിയാനും കഴുകാനും പെറുക്കാനും അടുക്കാനും തൂക്കാനും തുടയ്ക്കാനും മെടുക്കാനും ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം, നന്നായിട്ട് പഠിച്ചിരിക്കണം. പിച്ചാത്തി പിടിക്കാൻ പഠിച്ചിരിക്കണം. ചിലക്ക് ഇപ്പോഴും വയസ്സ് 45 പിച്ചാത്തി പിടിക്കാൻ അറിയാൻ മേല, പിച്ചാത്തി കയറ്റാൻ അറിയാം അടുത്ത് നിൽക്കുന്നവന്റെ. നാം ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം. ചുമ്മാ ഇരുന്ന് വിധിക്കരുത്, നമ്മളൊരു ദിവസം വിധിക്കപ്പെടും. അപ്പോൾ വിശ്വാസത്താൽ നമുക്ക് ദൈവിക നീതിയാണ്. ഞാൻ വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. അതിന് ദൃഷ്ടാന്തമായിട്ട് അബ്രഹാമിനെയാ ഊന്നൽ കൊടുത്ത് പറയുന്നത്. തന്റെ ശരീരത്തിന് ക്ഷീണമുണ്ട്, ഭാര്യാസഹോദരരുടെ ഗർഭപാത്രത്തിന് നിർജീവ, അതും മനസ്സിലാക്കി. പക്ഷേ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശരീരത്തിന് ക്ഷീണമുണ്ട്, പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. പ്രായമാകുമ്പോൾ അതിന്റെ ക്ഷീണം വരും, രോഗപീഠകൾ അലട്ടുമ്പോൾ ക്ഷീണമുണ്ടാകും. ഭക്ഷണത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ക്ഷീണമുണ്ടാകാം. ഭക്ഷണം കഴിച്ചില്ലേ ക്ഷീണം, അത് ശരീരത്തിന് ക്ഷീണം വരും. പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് 4-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 5-ാം അധ്യായത്തിൽ അങ്ങനെയുള്ളവരോട് പറയാം, നമുക്ക് സമാധാനമുണ്ട് കേട്ടോ. 5-1 സമാധാനമുണ്ട്. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെങ്കിൽ നിനക്ക് സമാധാനം വരും. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിരുന്ന സമാധാനമുണ്ട്. നല്ല വിശ്വാസമുള്ളവരോട് ചോദിച്ചാൽ നല്ല സമാധാനം അവർക്ക്, നല്ല സമാധാനം. മരണകരമായ രോഗമാകുന്നതിന് നല്ല നമ്മൾ എങ്ങനെയുണ്ട്, ദൈവകൃപ, സ്തോത്രം. ഇത് ചിലരോട് സംസാരിച്ചാലോ എങ്ങനെയുണ്ട്, ഞാനെന്തിനാ ഇങ്ങനെ ഈ കണ്ട പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ ഓർക്കും അങ്ങ് കൊടുരാറ്റിലോട്ട് ചാടിയ എന്നാന്ന്. അങ്ങനെയുള്ളവരോട് പിണങ്ങരുത്, അധികം മിണ്ടാൻ പോകരുത്. കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചങ്ങ് പോയേക്കണം. എന്നാൽ വിശ്വാസമുള്ളവരുമായിട്ട് സംസാരിക്കണം, അവരുമായിട്ട് നന്നായിട്ട് സംസാരിച്ചോണം. നിന്റെ വിശ്വാസം വർദ്ധിക്കും. സ്തോത്രം. വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. അങ്ങനെ ക്ഷീണിക്കാത്തവരോട് പറയുകയാണ്, അങ്ങനെ ക്ഷീണിക്കാതെ പോയാൽ നിനക്ക് സമാധാനം, ആ സമാധാനം ക്രിസ്തു നമ്മുടെ സമാധാനം. പ്രൈസ് ദി ലോർഡ്. അത് ഓടിച്ചു പോകാം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹം അനുസരിച്ച് നീ പാടരുത്. 6:12. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ, പാപത്തിനൊത്തിരി മോഹമുണ്ട്. ആ മോഹമെല്ലാം കൂടെ സബലീകരിക്കുന്ന സ്ഥലമാകരുത് നമ്മുടെ ശരീരം. ഇപ്പൊ കിട്ടിയോ? പാപത്തിന് ഒത്തിരി മോഹങ്ങളുണ്ട്, ആ മോഹമെല്ലാം കൂടെ സബലീകരിക്കുന്ന സ്ഥലമാകരുത് നമ്മുടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നൊരിക്കൽ പറയാം. ഇത് സകല പാപത്തിന്റെ മോഹവും നമ്മൾ അതിന് ഇടമുണ്ടാക്കിയിരിക്കുക. ഇങ്ങോട്ട് പോരാനാ പറഞ്ഞത്, അല്ലാതെ അതിങ്ങോട്ട് ഇവിടെ ഇട്ടിരുന്നു, അല്ലാതെ അതും ഇങ്ങോട്ട് പോരും. സകല കേസും എടുത്ത് നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുക. ഈ വല്ല കഥകളേക്ക് ഒരുങ്ങി നടക്കുന്നത് പോലെ കണ്ടിട്ടില്ലേ? നാളെ ചരിതം 2-ാം ഭാഗം സഭായത്തിന് വരിക, കണ്ടിട്ടില്ലേ? എല്ലാം വെച്ച് കെട്ടി. യോ, എന്ത് പണിപ്പെട്ട അവരതല്ലേ, വളരെ ബദ്ധപ്പാടാണ് എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ വെച്ച് കെട്ടി വിശ്വാസം അടക്കുക. സ്തോത്രം.
ഞാന് ദീർഘമാക്കുന്നില്ല. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കണം. സ്തോത്രം. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കും. നമ്മൾ 8-ാം അധ്യായത്തിന്റെ 31 വായിച്ചത്. നമുക്ക് പ്രതികൂലമാരാ? പ്രതികൂലം ഇല്ലെന്നല്ലതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് പ്രതികൂലമുണ്ട്. പ്രതികൂലമുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നമുക്ക് ദൈവം അനുകൂലമാണ്. കാരണം വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരാ ഞാനും നിങ്ങളും. എനിക്ക് നിനക്കും ദൈവം അനുകൂലമാണ്. അനുകൂലമായിരിക്കുമ്പോ പ്രതികൂലം ഇല്ലെന്നല്ല, പ്രതികൂലം പലതുണ്ട്. 1-2 കാര്യങ്ങൾ ചിന്തിച്ച് വേഗത്തിൽ നിർത്താം. എന്തൊക്കെയാ ദൈവമക്കൾക്ക് പ്രതികൂലം? സ്തോത്രം. ഒന്നാമത്തെ പ്രതികൂലം, ഈ ലോകം നമുക്ക് പ്രതികൂലമാണ്. ഈ ലോകം നമുക്ക് അനുകൂലമല്ല, പ്രതികൂലം. ലോകം അവർക്ക്. അപ്പൊ നമുക്ക് പ്രതികൂലമാകുന്ന പലതുണ്ടതിൽ ഒന്നാണ് ലോകം. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ലോകം അനുകൂലമല്ല. ലോകവും നീയും കൂടെ നല്ല ചേർന്ന് പോകുമ്പോ ഓർത്തോണം, നീ കൃപയെന്ന് പോയി. ലോകം അനുകൂലമല്ല. ലോകമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലെ പലതുണ്ടല്ലോ. സ്തോത്രം. അവര് ചെയ്യും പോലെ, അവര് പ്രവർത്തിക്കും പോലെ, അവര് നടക്കുന്നത് പോലെ, അവര് ഇടപെടുന്നത് പോലെ ഒന്നും നമുക്ക് പാടില്ല. അപ്പൊ നമുക്ക് പ്രതികൂലമായിട്ട് വരികയല്ലേ? വരും. ചില കല്യാണത്തിന് നമുക്ക് പോകാനൊക്കത്തില്ല, അപ്പൊ പ്രതികൂലമായിട്ട് വരും. ഉടനെ ചോദിക്കും, അതിന് നിനക്ക് മാത്രം ഒരു പ്രത്യേക പെന്തിക്കോസ്, നിങ്ങളുടെ സഭയിൽപ്പെട്ട തങ്കമ്മയാണല്ലോ ഇവിടെ വന്ന് തലേന്നും വന്ന് കഴിച്ചാ പോയത്, ബാക്കി കുറച്ച് പൊതിഞ്ഞോണ്ട് പോയി, നിനക്ക് മാത്രം ഇത്ര പ്രയാസമാകും. ലോകം നമുക്ക് പ്രതികൂലമാണ്. സ്തോത്രം. അപ്പൊ ഒരു ദൈവ പൈതലിന്റെ പ്രതികൂലം, ഈ ലോകം പ്രതികൂലമാണ്. കേൾക്കുന്ന പ്രിയരെ, നമുക്ക് പ്രതികൂലമായത് ഒന്ന്, ഈ ലോകം നമുക്ക് പ്രതികൂലമാണ്, ലോകം അനുകൂലമല്ല. ഓടിച്ചു പറഞ്ഞപ്പോ ഇനി വാക്യങ്ങൾ അധികം എടുത്ത് വായിപ്പിക്കുന്നില്ല. 2, ഈ ശരീരം നമുക്ക് പ്രതികൂലമാണ്. ഈ പുറം കൂടെ നമുക്ക് പ്രതികൂലമാണ്. അകത്തിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമുള്ളതൊന്നും പുറത്തിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. അകത്തിരിക്കുന്ന പുള്ളിക്ക് താല്പര്യമുള്ളതൊന്നും പുറത്തെ പുള്ളിക്ക് രണ്ടാണല്ലോ, അകമേ ഉള്ളവനും. ഇവര് തമ്മിൽ എന്നും ഉടക്കുക. ഇവര് തമ്മിൽ, ഉദാഹരണം പറയാം, അകത്തെ പുള്ളി പറയുന്ന രാവിലെ യോഗത്തിന് പോകണം, പുറത്തെ പുള്ളി പറയും നമുക്ക് ബീച്ചിൽ പോകാം, നമുക്ക് ഉടക്കായി. ഏത് പുള്ളി പറയുന്നതാ സാധാരണ ജയിക്കുന്നത്? അത്ര എനിക്ക് അറിഞ്ഞാൽ മതി. ഇവര് ഉടക്ക. സ്തോത്രം. സ്തോത്രം. ഞാൻ ഉദാഹരണമായി പറയണ്ടേ, ഉദാഹരണം. അകത്തിരിക്കുന്ന പുള്ളി പറയും ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചെടുക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ നിറയണം. പുറത്തെ പുള്ളി ഇതിനെതിരാ. അങ്ങനൊന്നും ഫാസ്റ്റിംഗ് എടുക്കേണ്ട കാര്യം ഇല്ല. കുറഞ്ഞ വർഷം ഒരു ബിസ്ക്കറ്റെങ്കിലും ആ ടൈമിൽ കഴിക്കണം. ഇല്ലെങ്കിൽ അത് പിന്നീട് ആന്തരിക അവയവങ്ങളെ ബാധിക്കും. അത് പിന്നെ പല ഇതാകും. പിന്നെ പാൻക്രിയാസ്. പുറത്തെ പുള്ളി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പറയും. അകത്തെ പുള്ളി പറയും നിനക്ക് ഒരു ദോഷവും വരാൻ ദൈവം. അതിന് പുറത്തെ പുള്ളി പറയും അങ്ങനെയൊക്കെ വാക്യമുണ്ട്, പക്ഷെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുകയും. ഇവര് തമ്മിൽ ഉടക്കാം. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കൾ ഇതിനെ ജയിക്കണം. സ്തോത്രം. സ്തോത്രം. ആട്ടെ, ഈ ശരീരം നമുക്ക് പ്രതികൂലം. ഒന്ന്, ഈ ലോകം നമുക്ക് പ്രതികൂലമാണ്. 2, ശരീരം പ്രതികൂലമാണ്. പാട്ട് പാടുമ്പോ കൈയടിക്കാൻ അക മനുഷ്യൻ പറയും, പുറത്തെ മനുഷ്യൻ പറയും. അങ്ങനെ ഒത്തിരി ആയത്തിൽ അടിക്കരുത്. ഡോക്ടർ ചാണ്ടി പറഞ്ഞേക്കുന്നത് വളരെ ശ്രദ്ധിക്കണമെന്നാണ്.
വേദോസത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയും, പാസ്റ്റർമാരും ചിലപ്പോൾ പറയും അടിച്ചു അവസാനം കിടപ്പിലായി പോയാൽ ഇവർ തമ്മിൽ ഉടക്കാം. ശരീരം നമുക്ക് അനുകൂലമല്ലെന്ന്. അകത്ത് മനുഷ്യൻ പറയും വേറെ പുസ്തകം നന്നായിട്ട് വായിക്കണം, പുറത്ത് മനുഷ്യൻ പറയും അങ്ങനെ ഒരു സ്ഥലത്തോട്ട് തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ അത് കണ്ണിന്റെ വെയിനെ ബാധിക്കാൻ ഇവർ തമ്മിൽ ഉടക്കാം. സ്തോത്രം. നിങ്ങൾ എന്നെ എല്ലാവരും സ്തംഭിച്ചിരിക്കുന്നു. ഒന്ന്, ഈ ലോകം നമുക്ക് പ്രതികൂലമാണ്. രണ്ട്, നമ്മുടെ ശരീരവും നമുക്ക് പ്രതികൂലമാണ്. ആ പ്രതികൂലമുള്ള പുള്ളീനെ നമ്മൾ എന്ത് പരിപാലിച്ച അയ്യോ. സ്തോത്രം. ഉദാഹരണങ്ങൾ ഒത്തിരി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ മുഖത്തിനൊരു അകത്തെ മനുഷ്യൻ പറയും നമുക്ക് മുടിരാത്രി പ്രാർത്ഥനയിൽ ഇരിക്കാം. ഉടനെ പുറത്തെ മനുഷ്യൻ പറയും അങ്ങനെ ഫുൾ ഉറക്കളച്ച് പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, പിന്നെ ESR കുറവ്, ആ കൂടുതൽ ESR എന്നല്ലേ. ഉടനെ പുറത്തെ മനുഷ്യൻ പറഞ്ഞു നമുക്ക് ഇന്ന് സന്ധ്യക്ക് 6 മണിയാകുമ്പോൾ നമ്മൾ മൂന്നാറിന് പോവാം. മൂന്നാറ് മാട്ടുപ്പെട്ടി. ഉടനെ പറയും ഞാൻ റെഡിയാന്ന് പറയും. നമ്മള് രാത്രി മുഴുവൻ വണ്ടിയിലായിരിക്കും, വണ്ടിയെ തന്നെ ഇരിക്കണം. നമ്മൾ ഇതിലെ കൂടെ അടിമാലി, നേര്യമംഗലം അടിമാലി ചെന്ന് നമ്മൾ നേരെ മേളിലോട്ട് പോയി പിന്നെ ആനവരട്ടി കൂടി നമ്മൾ നേരെ മൂന്നാർ ചെല്ലും. മൂന്നാറിൽ നമ്മൾ പിന്നെ മാട്ടുപ്പെട്ടി ഫാമൊക്കെ കാണാൻ പോകും. അപ്പൊ മിക്കവാറും അങ്ങ് ചെല്ലുമ്പോൾ രാവിലെ 7-7:30 ആകും. ഉടനെ പറയും ഞാനും വരുന്നെന്ന് പറയും. ഓൾ നൈറ്റ് ഇരിക്കാൻ മിണ്ടുന്നില്ലല്ലോ ആരും. മിണ്ടിയാ ബാക്കി എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇവര് തമ്മിൽ ഓടക്കാം. ഇങ്ങനെയുള്ളതിനെ എല്ലാം ജയിക്കണം. ഈ ലോകത്തെ ജയിക്കണം, നിന്റെ ശരീരത്തെ ജയിക്കണം.